എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ആ റിയൽ കൂമ അവനാണെങ്കിൽ ഇപ്പൊ സോറോയെ അടിച്ച് തെറിപ്പിച്ച് അവിടുന്ന് ഇൻവിസിബിൾ ആക്കി. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. അവരോരോരുത്തരും അവിടെ മുഴുവനും സോറോയെ അന്വേഷിക്കും. ഉസോപ്പ് ഫുൾ കലിപ്പില് അവനോട് നിലവിളിച്ച് ചോദിക്കും, ഞങ്ങളുടെ ഫ്രണ്ട് സോറോ അവനെവിടെ? മര്യാദയ്ക്ക് അവനെ തിരികെത്താ. ഇവിടെ ലൂഫിക്കാണെങ്കിൽ ഒട്ടും എനർജി ഇല്ല. പക്ഷെ അവൻ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് വന്ന് സോറോ എവിടെ, അവൻ എന്താ പറ്റിയേ എന്ന് റോബിനോട് ചോദിക്കും. അതിന് റോബിൻ തലതാഴ്ത്തി നിൽക്കും. ലൂഫി സോറോയെ വിളിച്ച് അലറി കാറാണ്. അപ്പോഴായിരിക്കും ആ കൂമയുടെ കൺട്രോളിൽ പെട്ട നമ്മുടെ ചോപ്പർ അവനിപ്പോ ഒരു മോൺസ്റ്ററായി മാറി ലൂഫിയെ തന്നെ ആഞ്ഞടിക്കാൻ അങ്ങനെ ചാടി വീഴും. അത് കണ്ട റോബിൻ ലൂഫിയെ പിടിച്ചു വലിച്ച് ദൂരേക്ക് മാറ്റും. ചോപ്പർ ആണെങ്കിൽ അതിനുശേഷം അവന്റെ കയ്യിൽ കിട്ടിയ ഓരോരുത്തരെയും അറഞ്ചം പൊറഞ്ച് കെട്ടിക്കുകയാണ്. ചോപ്പർ സെന്റമറുവിനെ എയിം ചെയ്യും. പക്ഷെ ജസ്റ്റ് മിസ്സിന് സെന്റമറു അവൻ രക്ഷപ്പെട്ടു വന്ന് ആ റിയൽ കൂമയുടെ അടുത്ത് നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് കിസറും റെയിലിയും അവർ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഒരുപാട് നേരമായി ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. റെയിലിക്കാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ കിസറുവിനെ തോൽപ്പിച്ചു പോകാനായിട്ട് ഇതുവരെ അവനെ കൊണ്ടായിട്ടില്ല. ഇവിടെ നാമി ആണെങ്കിൽ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം ആ റിയൽ കൂമയുടെ പവർ അവൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. അവൻ ആരെയെങ്കിലും അട്ടിച്ച് ഇറേസ് ചെയ്ത് കളഞ്ഞ പിന്നെ അവരൊരിക്കലും തിരികെ വരില്ല. സോറോയെ തിരികെ കിട്ടില്ലേ, അവനെ എങ്ങനെ കണ്ടുപിടിക്കും എന്നൊക്കെ ചിന്തിച്ച് അവൾക്കങ്ങനെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു നിൽക്കും. ലൂഫി ആണെങ്കിൽ വീണ്ടും വീണ്ടും ആ സെന്റമറിനോട് ചോദിക്കും, സത്യം പറയും, ഞങ്ങളുടെ സോറോ എവിടെ, അവൻ എന്താ സംഭവിച്ചേ? അതിന് സെന്റമർ പറയും, എനിക്കറിയില്ല, കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒന്നറിയാം, ആ കൂമ അവൻ അടിക്കുകയാണെങ്കിൽ അടി കിട്ടിയവൻ അവൻ 3 രാവും പകലും ആകാശത്തിലൂടെ പറന്നു നടക്കും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ലൂഫിക്കാണെങ്കിൽ അപ്പോഴും ഒന്നും മനസ്സിലാവില്ല. അപ്പോഴായിരിക്കും റിയൽ കൂമ അവൻ അവിടേക്ക് നടന്നു വരിക. അവനെ കാണേണ്ട താമസം നമ്മുടെ ഉസോപ്പ് അവന്റെ ആയുധങ്ങളൊക്കെ എടുത്ത് റെഡി ആയിട്ട്, സത്യം പറയും, അവനെവിടെ? എന്റെ ഫ്രണ്ടിനെ തിരികെത്താ. ഓരെ ഞങ്ങൾക്ക് തിരികെ കിട്ടിയിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും നിന്റെ കഥ ഞങ്ങൾ കഴിക്കും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ ഡ്യൂപ്ലിക്കേറ്റ് കൂമ അതിപ്പോ നമ്മുടെ ഉസോപ്പിന്റെ തൊട്ടു പിന്നില് അവൻ അറ്റാക്ക് ചെയ്യാൻ എയിം ചെയ്ത് നിൽക്കുകയാണ്. അത് കണ്ട് സാഞ്ചി നിലവിളിക്കും, സോറോ ഓടിക്കോ, ആ ഡ്യൂപ്ലിക്കേറ്റ് കോമ അവൻ നിന്റെ തൊട്ടു പിന്നാലെ ഉണ്ട്. ഉസോപ്പ് ആണെങ്കിൽ എടുത്തു ചാടി എങ്ങനെയൊക്കെ രക്ഷപ്പെടും. പക്ഷെ ഒറിജിനൽ കൂമയ്ക്ക് ആ ഡ്യൂപ്ലിക്കേറ്റ് കൂമ അവന്റെ പ്രോബ്ലംസിൽ ഇടപെടുന്നത് ഒട്ടും ഇഷ്ടാവില്ല. അവൻ കൈ ചുരുട്ടി ആ ഡ്യൂപ്ലിക്കേറ്റിനെ അട്ടിച്ച് താഴെയിടും. അത് കണ്ടിട്ട് സെന്റമറു അവന് ടെൻഷനാവും. അവൻ റിയൽ കൂമയോട് ദേഷ്യപ്പെടാൻ തുടങ്ങും. അതേസമയം ലൂഫി ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ മുഖത്തേക്ക് നോക്കും. അതിനുശേഷം അവൻ വിളിച്ചു പറയും, ഇനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല, എത്രയും പെട്ടെന്ന് നമ്മളിവിടുന്ന് ഓടി രക്ഷപ്പെടണം. അത് കേട്ട് ബാക്കിയുള്ള നമ്മുടെ ആൾക്കാര് അവർ ഒരു സെക്കൻഡ് വണ്ടടിക്കും. നാമിയാണെങ്കിൽ സോറോയെ കുറിച്ച് തന്നെ ചിന്തിച്ചു നിൽക്കും. അപ്പൊ ഫ്രാങ്കി അവളുടെ കൈ പിടിച്ച്, ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം, ഇപ്പൊ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞ് അവളെ പിടിച്ചു വലിച്ച് അവിടുന്ന് കൊണ്ടുപോകും. ഉസോപ്പ് അവൻ സാഞ്ചിയെ അവന്റെ ഷോൾഡറിലേക്ക് താങ്ങിയെടുത്ത് അവിടുന്ന് ഓടുകയാണ്. ഉടനെ ആ കൂമ അവനിപ്പോ സാഞ്ചിക്ക് നേരെ വരികയാണ്. അത് കണ്ട ബ്രൂക്ക് കൂമയെ തടയാൻ ശ്രമിക്കും. അടുത്ത നിമിഷം കൂമ അവൻ ബ്രൂക്കിനെയും ആഞ്ഞടിക്കും. മിനിറ്റുകൾ വെച്ച് അവനും ഇൻവിസിബിൾ ആവുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അവരൊരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് നിൽക്കും. സാഞ്ചിക്കാണെങ്കിൽ അവന്റെ ക്ഷമ നശിച്ച് ഇപ്പൊ കൂമയെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് ഓടി അടുക്കുകയാണ്. ഇവിടെ സാഞ്ചി അവന്റെ ഫുൾ പവർ എടുത്ത് ആഞ്ഞു ചവിട്ടും. പക്ഷെ കൂമ അത് സിമ്പിളായിട്ട് തട്ടി മാറ്റും. എന്നിട്ട് ഉസോപ്പിന് നേരെ നടന്നടുക്കും. ഉസോപ്പിനാണെങ്കിൽ അവന്റെ ഹാർട്ട് ബീറ്റ് കൂടി വരികയാണ്. അവന്റെ കയ്യിലുള്ള എല്ലാ അറ്റാക്കും ഇപ്പൊ അവന് നേരെ പ്രയോഗിക്കും. പക്ഷെ കൂമ അവ ക്ലോസ് എത്തി ഉസോപ്പിന് ആഞ്ഞൊരടി. ആ ഒരു അടി കിട്ടി ഇപ്പൊ ഉസോപ്പും ഇൻവിസിബിൾ ആയി മാറും. അതേസമയം ഇവിടെയാണെങ്കിൽ ഒരുപാട് നേരമായി കിസറുവും റെയിലിയും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴായിരിക്കും ആ കൂമ അവൻ അങ്ങനെ വന്ന് റെയിലിയുടെ കാതില് എന്തോ ഒരു കാര്യം പറയുക. അതേസമയം ഇവിടെയാണെങ്കിൽ ലൂഫിയും ഫ്രാങ്കിയും അവർ രണ്ടുപേരും ആ കൂമയുടെ മുഖത്ത് ആഞ്ഞെട്ടിക്കും. അവസാനമായിട്ട് ലൂഫി അവന്റെ ഫുൾ ഫോഴ്സ് എടുത്ത് അവനെ ഇട്ടിക്കാൻ പാഞ്ഞെടുക്കും. ലൂഫി ക്ലോസ് എത്തിയ ഉടനെ കൂമ സിമ്പിളായിട്ട് അവന്റെ 2 കൈ നീട്ടി ലൂഫിയെ ദൂരേക്ക് തട്ടിത്തെറിപ്പിക്കും. അതിനുശേഷം അവൻ നാമിക്ക് നേരെ തിരിഞ്ഞ് ആഞ്ഞൊരടി അടിക്കും. ആ ഒരു അടിയില് അവളും ഇൻവിസിബിൾ ആവുകയാണ്. ലൂഫി ആണെങ്കിൽ ഇപ്പൊ നാമി അവൾ അവസാനമായിട്ട് പൊട്ടിക്കരഞ്ഞത് അതങ്ങനെ ആലോചിക്കുകയാണ്. ലൂഫിക്ക് ഇപ്പൊ അവന്റെ ഒരുപാട് ഫ്രണ്ട്സിനെ നഷ്ടപ്പെട്ടു. ബ്രൂക്ക്, നാമി, കോറോ എന്നിങ്ങനെ ഒരുപാട് ടീംമേറ്റ്സ് അവരെവിടേക്ക് പോകുന്നു പോലും അവനിപ്പോ അറിയില്ല. അവസാനമായിട്ട് നാമിയെ പോലും അവനെ കൊണ്ട് രക്ഷിക്കാനായില്ല. അവൾ നിലവിളിച്ച ആ ഒരു ശബ്ദം മാത്രമായിരിക്കും ഇപ്പൊ ലൂഫിയുടെ ചെവിയിൽ മുഴങ്ങി കേൾക്കുക. ലൂഫി പല്ല് കടിച്ച് അവന്റെ ഫുൾ പവറിൽ
ഇപ്പൊ ആ കൂമയെ ഇടിക്കാനായിട്ട് ആഞ്ഞടുക്കുകയാണ്. കൂമയ്ക്കാണെങ്കിൽ ഇപ്പോഴും യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. ലൂഫി വരുന്നത് കണ്ടിട്ടും നനങ്ങ പോലും ചെയ്യാതെ അവൻ പാറ പോലെ ഉറച്ചു നിൽക്കും. ലൂഫി ചാടി വന്ന് ആഞ്ഞടിക്കും. പക്ഷെ അപ്പോഴും കൂമയ്ക്കൊന്നും സംഭവിക്കില്ല. ലൂഫി അടിച്ച ഫോഴ്സില് അങ്ങനെ റിട്ടേൺ പോയി തെറിച്ചു വീഴും. റോബിനാണെങ്കിൽ ലൂഫിയെ താങ്ങി എടുക്കുകയാണ്. അപ്പോഴായിരിക്കും ചോപ്പർ അവൻ വീണ്ടും അവന്റെ സൈസ് അത് ജയന്റ് ആക്കി മാറ്റി ആ കൂമയെ അടിക്കാനായിട്ട് അവന്റെ ക്ലോസ് എത്തും. അതുകൊണ്ട് ലൂഫി നോ ചോപ്പർ ദയവ് ചെയ്ത് അവന്റെ അടുത്തേക്ക് പോവരുത് എന്ന് ഉച്ചത്തിൽ പറയും. പക്ഷെ അപ്പോഴും അവനത് കേൾക്കാൻ തയ്യാറാവാതെ ആ കൂമയുടെ അടുത്തേക്ക് ചെല്ലും. ചോപ്പറിനാണെങ്കിൽ ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവുന്ന ആ ഒരു അവസ്ഥയിലല്ല. ചോപ്പർ അവനെ അടിക്കാനായിട്ട് തയ്യാറാവും. കൂമ അവന്റെ പവർ ഉപയോഗിച്ച് അവനെ ആഞ്ഞടിച്ച് ഇപ്പൊ ഇൻവിസിബിൾ ആക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ അവന്റെ പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടു പോവും. അവൻ തല താഴ്ത്തി അങ്ങനെ നിൽക്കും. കൂമ വീണ്ടും ഇപ്പൊ ലൂഫിയെയും റോബിനെയും നോക്കും. അതിനുശേഷം റോബിനെ ലക്ഷ്യാക്കി വരികയാണ്. അവളത് കാണേണ്ട താമസം രക്ഷിക്കടാ എന്ന് നിലവിളിച്ച് ഇപ്പൊ ഉഷാറായിട്ട് ഓടുകയാണ്. ലൂഫി ആണെങ്കിൽ ഇപ്പൊ റോബിന്റെ പിന്നാലെ ഓടും. റോബിൻ അവനെ വെട്ടിത്തെറിപ്പിച്ച് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ പറയും. പക്ഷെ റോബിനാണെങ്കിൽ ഒരുപാട് നേരം ചിന്തിക്കാനൊന്നും പറ്റില്ല. അവളിപ്പോ ലൂഫിയെ തന്നെ നോക്കി രക്ഷിക്കാനായിട്ട് കൈ നീട്ടി അങ്ങനെ യാചിച്ചു നിൽക്കും. അടുത്ത നിമിഷം കൂമ ആഞ്ഞൊരടി അടിക്കും. ആ ഒരു അടിയില് അവളും ഇപ്പൊ ഇൻവിസിബിൾ ആവുകയാണ്. നോ എന്നലറിക്കാറി ഇപ്പൊ ലൂഫി അവ മുട്ടിൽ കുത്തിയിരുന്ന് നിലത്താഞ്ഞെട്ടിക്കും. തലയൊക്കെ തറയിൽ ഇട്ടിപ്പിച്ച് അവനാണെങ്കിൽ എങ്ങനെയാണ് അവന്റെ ദേഷ്യം അത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ്. കൂമ പോലും ഒരു സെക്കൻഡ് ലൂഫിയുടെ വിഷമം കണ്ട് വണ്ടറടിച്ചു നിൽക്കും. അപ്പൊ ലൂഫി അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ സ്പെൻഡ് ചെയ്ത ആ പഴയ ഗുഡ് ടൈംസ് അത് മുഴുവൻ ഒരു സെക്കൻഡ് ആലോചിക്കുകയാണ്. റോബിൻ, ചോപ്പർ, നാമി എന്നിങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് അവൻ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്ന അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ടീം മെമ്പേഴ്സ് അവരെയാണ് ഇപ്പൊ ലൂഫിക്ക് നഷ്ടമായത്. ലൂഫിക്ക് അവര് വെറും പൈററ്റ്സ് മാത്രമല്ല, അവന്റെ ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് അവൻ അവരെ എല്ലാവരെയും കൺസിഡർ ചെയ്തത്. ഇത്രയും ഫ്രണ്ട്സ് ഉണ്ടായിട്ട് അതിലൊരാളെ പോലും ലൂഫിയെ കൊണ്ട് സേവ് ചെയ്യാനായില്ല. ലൂഫിക്കാണെങ്കിൽ ആ ഒരു കാര്യം ഓർത്തായിരിക്കും ഒരുപാട് വിഷമം തോന്നുക. ഉടനെ കിസറു ആണെങ്കിൽ അവിടേക്ക് വരും. അതിനുശേഷം ലൂഫിയെയും കൂമയെയും അവൻ ഒരു സെക്കൻഡ് നോക്കും. കിസറു ആണെങ്കിൽ ഇപ്പൊ കൂമയോട് ചോദിക്കും, നീ ഇവനെയും വാഷ് ഔട്ട് ചെയ്യാൻ പോവാണോ? ആക്ച്വലി കൂമ, നീ ചെയ്തത് ഒരു ചെറിയ കാര്യമല്ല, മേജർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നീ ചെയ്യുന്നതിന്റെ എക്സ്പ്ലനേഷൻ അത് കറക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയേ പറ്റൂ. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് റെയിലി അവനാണെങ്കിൽ ഇതെല്ലാം കണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ കൂമ അവൻ ലൂഫിയോട് പറയും, ഇതാണ് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ച, ദ ഫെയർവെൽ. ലൂഫി ഫുൾ കലിപ്പില് ഇപ്പൊ കൂമയെ തന്നെ നോക്കി നിൽക്കും. അവൻ ആഞ്ഞൊരു അടി അടിക്കും. ആ ഒരു അടി കെട്ടി ഇപ്പൊ ലൂഫിയും ഇൻവിസിബിൾ ആവുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത 12ാമത്തെ മരം അത് കാണിക്കുകയാണ്. സൂര്യനൊക്കെ ഉദിച്ചു വരുന്നു. ലൂഫിയുടെ ആ ഒരു പൈററ്റ് ടീം അതിപ്പോ ആ ഒരു ഐലാൻഡിൽ കാണാനില്ല എന്നൊരു വോയിസ് ഓവറോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു.